ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി വരുത്തിവെക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ അന്തസ്സും അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം അടുത്ത തിങ്കളാഴ്ച വത്തിക്കാനിൽ പ്രകാശനം ചെയ്യും. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, മഹത്തായ മാനവികത എന്ന് പേരിട്ടിരിക്കുന്ന ഈ രേഖ സാങ്കേതിക വിദ്യയുടെ അതിപ്രസര കാലത്ത് മനുഷ്യന്റെ പ്രസക്തിയും ധാർമ്മികതയും നഷ്ടപ്പെടാതിരിക്കാൻ ആഗോള സമൂഹം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും നയതന്ത്രജ്ഞരും ഉറ്റുനോക്കുന്ന ഈ പ്രകാശന ചടങ്ങിൽ പ്രമുഖ AI ഗവേഷണ കമ്പനിയായ അന്ത്രോപിക്കിന്റെ സഹസ്ഥാപകൻ ക്രിസ്റ്റഫർ ഓല പങ്കെടുക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. AI വികസന രംഗത്തെ ഒരു പ്രമുഖ വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം വത്തിക്കാൻ ഈ വിഷയത്തിന് നൽകുന്ന ആഗോള പ്രാധാന്യത്തെ അടിവരയിടുന്നു. സഭയും സാങ്കേതിക ലോകവും തമ്മിലുള്ള അർത്ഥവത്തായ സംവാദത്തിന് ഈ ചടങ്ങ് വേദിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ ട്രംപ് ഭരണകൂടവുമായി വത്തിക്കാന് നിലനിൽക്കുന്ന ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചാക്രിക ലേഖനം പുറത്തുവരുന്നത് എന്നത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. US സൈന്യത്തിൽ AI സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൽ വത്തിക്കാൻ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറം യുദ്ധമേഖലകളിൽ സ്വയം നിയന്ത്രിത AI ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആഗോള സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. 135 വർഷങ്ങൾക്ക് മുമ്പ് വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് തൊഴിലാളി വർഗം അനുഭവിച്ച ചൂഷണങ്ങൾക്കെതിരെ ലിയോ 13 മാർപ്പാപ്പ പുറപ്പെടുവിച്ച പ്രശസ്തമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തോടാണ് പുതിയ രേഖയെ ചരിത്രകാരന്മാർ താരതമ്യം ചെയ്യുന്നത്. അന്ന് വ്യവസായ വിപ്ലവം മനുഷ്യ അധ്വാനത്തെ പുനർനിർവചിച്ചതുപോലെ ഇന്ന് AI മനുഷ്യന്റെ ചിന്തയെയും നിലനിൽപ്പിനെയും തന്നെ സ്വാധീനിക്കുന്ന ഘട്ടത്തിലാണ് ഈ പുതിയ മാർഗരേഖയുമായി വത്തിക്കാൻ രംഗത്തെത്തുന്നത്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമല്ല, AIയുടെ ധാർമ്മിക വശങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മുഴുവൻ മാനവരാശിക്കും ഈ രേഖ ഒരു പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.